ഹായ്, നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ കുറച്ച് ദിവസം കൊണ്ടേ ഇങ്ങനെ ഓൺലൈനിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് തിരക്കായിരുന്നു. ഇന്നിപ്പോൾ ഇത്തിരി ഫ്രീ ആയി. ഇപ്പം ഞാൻ കരുതി ഒന്ന് ലൈവിൽ വന്ന് നിങ്ങളെല്ലാവരെയും ഒന്ന് കണ്ട് സംസാരിക്കാമെന്ന് കരുതി. കാരണം ചെറിയൊരു ജലദോഷമുണ്ട്. അത് അമ്മ അവിടെ കുറച്ച് കുമ്മിഞ്ചാൻ എന്തൊക്കെയോ പോയിക്കുന്നത്. അപ്പം അതെൻ്റെ എനിക്കൊരു സ്മെല്ലിട്ട് ഇങ്ങനെ ചെറിയൊരു ജലദോഷമുണ്ട്. സോ കുറച്ച് ദിവസമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ലൈവിൽ വന്ന് നിങ്ങളെല്ലാവരെയും കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ഓണമൊക്കെ അടുക്കാറായി. പിന്നെ എൻ്റെ ഫാദറിൻ്റെ ശ്രാദ്ധമായിരുന്നു 2 ദിവസത്തിന് മുന്നേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കായിരുന്നു. എൻ്റെ അപ്പം മരിച്ചിട്ട് 1 ഇയർ ആയ എൻ്റെ ഒരു ശ്രാദ്ധ ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് ലൈവിൽ വന്ന് എൻ്റെ ഫേസ്ബുക്കിലുള്ള സുഹൃത്തുക്കളോടൊക്കെ 2 വാക്ക് ഉരിയാടാമെന്ന് ഞാൻ കരുതി. സോ എൻ്റെ പേഴ്സണൽ മെസ്സേജറിലും എൻ്റെ വാട്സപ്പിലൊക്കെ വന്നിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നു, വാസ്തവിക ഒരുപാട് കാര്യങ്ങൾക്ക് പ്രതികരിക്കുന്ന ഒരാളാണല്ലോ ഫേസ്ബുക്കിലൊക്കെ. അപ്പം എന്ത് കാര്യങ്ങളും വെട്ടിത്തുറന്ന് ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീയാണല്ലോ എൻ്റെ പേര് തന്നെ എനിക്ക് തന്നെ പറയാൻ വലിയ പാടാണ്. അപ്പം പിന്നെ നിങ്ങളുടെയൊക്കെ അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ്. വാസ്തവിക, ഓക്കെ. സംടൈം എൻ്റെ പേര് എനിക്ക് തന്നെ പ്രൊണൗൺസിയേഷൻ ഭയങ്കര ഡിഫറെൻ്റ് ആണ് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പല ആൾക്കാരും പറയാറുണ്ട് എൻ്റെ പേര് ഭയങ്കര ടഫാണെന്ന്. ചില സമയം ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് തന്നെ തെറ്റാറുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി, എന്ത് ചെയ്യാനാ, ആ പേരിട്ട് പോയി. പിന്നെ എൻ്റെ സെയിം പേര് വാസ്തവിക എന്നുള്ള പേരിൽ ഞാൻ ഇന്ന വരെ എൻ്റെ ഫേസ് ടു ഫേസിൽ ഒരാളെ കണ്ടിട്ടില്ല. ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നടക്കുകയാണ് ഏതെങ്കിലും ഒരു വ്യക്തിയെ എനിക്ക് ഫേസ് ടു ഫേസിൽ എൻ്റെ പേരിൽ കണ്ട് സംസാരിക്കാൻ പറ്റുമെന്നുള്ള ഒരു ഇതിൽ. പക്ഷെ ഇന്ന് വരെയും ആരും വന്നിട്ടില്ല. ഇപ്പം എൻ്റെ പേര് അനുകരിച്ച് കുറേ പേരൊക്കെ ചിലരുടെ മക്കൾക്കൊക്കെ പേരിടുന്നുണ്ട് വാസ്തവിക എന്നുള്ളത്. വളരെ സന്തോഷം ആ പേര് ഇങ്ങനെ വെക്കുന്നതിൽ. കാരണം ഒന്നിലധികം ആൾക്കാരെ കാണാൻ പറ്റുമല്ലോ എൻ്റെ പേരിൽ. എൻ്റെ പേര് വളരെ റയർ നെയിമാന്ന് എല്ലാവരും പറയാറുണ്ട്, യുണീക്ക് നെയിമാന്ന് പറയാറുണ്ട്. അപ്പം എൻ്റെ സെയിം പേര് തന്നെ മറ്റുള്ളവർ കുട്ടികൾക്കൊക്കെ വെക്കുന്നു എന്നറിയുമ്പം എനിക്ക് വളരെ സന്തോഷമാണ്. എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, വാസ്തവിയുടെ പേരാണ് ഞങ്ങൾ എൻ്റെ ഒരു കുട്ടിക്ക് വെച്ചിരിക്കുന്നത്, ഒരു വെറൈറ്റി റയർ നെയിം ആയിപ്പോയി എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. സോ ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് വരാനുള്ള ഇപ്പം ലൈവിൽ വന്ന് സംസാരിക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ കുറച്ച് ദിവസമായി കുറേ സുഹൃത്തുക്കൾ വന്നിട്ട് എന്നോട് ചോദിക്കുന്നു, എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് വാസ്തവിക നിങ്ങളുടെ ഫേസ്ബുക്ക്. എനിക്ക് 2 ഫേസ്ബുക്ക് ഉണ്ട്, 3 ഉണ്ട്. ഒന്ന് പേജാണ്, അതിൽ ഞാൻ അധികം ആക്റ്റീവ് അല്ല. അല്ലാതെ ഒരു ബ്ലൂ ടിക്ക് വീണൊരു ഫേസ്ബുക്ക് ഉണ്ട്. പിന്നെ ഈ ഒരു ഫേസ്ബുക്ക്, ഇത് പണ്ട് പോലെയുള്ള ഫേസ്ബുക്കാണല്ലോ. അപ്പം ഞാൻ കരുതി ഇന്ന് ലൈവ് ഈ വാസ്തവിക ചന്ദ്ര അയ്യർ എന്നുള്ള എൻ്റെ ഫേസ്ബുക്കിൽ വരാമെന്ന് കരുതി. അപ്പം മറ്റേ ബ്ലൂ ടിക്ക് വീണൊരു ഫേസ്ബുക്ക് ഉണ്ട്, വാസ്തവിക അയ്യർ, വാസ്തവിക ഇന്ദിവര അയ്യറെന്നും. ഈ ഫേസ്ബുക്കിൻ്റെ ഒരു വാസ്തവിക ചന്ദ്ര അയ്യറെന്നും. മറ്റേതിൻ്റെ പേജാണ്, പക്ഷെ അതിൽ ഞാൻ അധികം ആക്റ്റീവ് ഒന്നുമല്ല. സോ എപ്പോഴുള്ള മെസ്സേജ് ഞാൻ ലൈവിൽ വരുമ്പോൾ എനിക്കൊരു കോള് വരല്ലേ. ഞാൻ ആരാണെന്ന് നോക്കട്ടെ, ഒരു മിനിറ്റ്. ചേച്ചി ഞാൻ വിളിക്കാം, ഞാൻ ഒരു ലൈവ് പോവാണ്, ഞാൻ വിളിക്കാം. ശരി, ശരി, ഓക്കെ. അത് എൻ്റെ എനിക്ക് അറിയുന്നൊരു ചേച്ചിയാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഫോൺ ആൻസർ ചെയ്തതാണ്. എപ്പോഴും ഉള്ളതാണ്, ഞാൻ ഫോൺ ലൈവ് വരുമ്പോൾ എനിക്കൊരു കോള് വരാറുണ്ട് എപ്പോഴും. സോ അത് പോട്ടെ, അത് ഞാൻ ഒതുക്കി വിട്ടു. സോ ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് എന്താണ് ഫേസ്ബുക്കിൽ വന്ന് 2 വാക്ക് പറയാത്തതെന്ന് പല സുഹൃത്തുക്കളും എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒന്ന് ലൈവിൽ വന്ന് നിങ്ങളോടൊക്കെ സംസാരിക്കാമെന്ന് കരുതിയത്. ഹേമ റിപ്പോർട്ടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് വളരെ നല്ല കാര്യം. സോ നല്ല കാര്യം തന്നെയാണ്.
പലർക്കും പല കാര്യങ്ങളും അതിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പലവരും പല ചൂഷണത്തിന് വിധേയമായിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ അവരുടെ മനസ്സ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുറന്നു സംസാരിച്ചു. ഈ റിപ്പോർട്ട് നേരത്തെ പുറത്തേക്ക് വരേണ്ടതായിരുന്നു. എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് അവരത് പുറത്തു വിടാൻ ലേറ്റായി. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ഞാനൊരു യൂട്യൂബ് ചാനൽ ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അതിന് മിക്ക ആൾക്കാരും കണ്ടെന്ന് കരുതുന്നു. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് വഴി ഞാൻ പ്രതികരിച്ചില്ല അധികം. കാരണം ഞാൻ വേറെ എൻ്റെ ഫാദറിന്റെ ഷാർദമൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അപ്പൊ ഇന്ന് ഞാൻ ഫ്രീ ആയതുകൊണ്ട് 2 വാക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാസ്തവികയ്ക്ക് ചൂഷണം നേരിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, എനിക്കാകെ ഈ ഒരു ഫീൽഡിൽ വന്ന് ചൂഷണം നേരിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞൊരു വ്യക്തിയിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ ABC യൂട്യൂബ് ചാനലിലേക്ക് എന്നെ ഒരു ഇന്റർവ്യൂവിന് വിളിക്കുകയും അതിൽ ആ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുകയും, ഒരു ഇന്റർവ്യൂ അല്ല, ഒരു ടോക്ക് ഷോ ആയിരുന്നു. ഇതേ സംബന്ധിച്ച് ഒരു മീ ടു എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ വിളിച്ചു. ഞാൻ സംസാരിച്ചു. അവിടെ വെച്ച് ഗോവിന്ദൻകുട്ടിയെ പരിചയത്തിലായി, ഗോവിന്ദൻകുട്ടി ഫ്രണ്ട്ലി ആയി നമ്മളെ വേറൊരു രീതിയിൽ കൊണ്ടുപോയി ചൂഷണം ചെയ്യുകയായിരുന്നു. അത് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഒരുവിധം പബ്ലിക്കിന് ഗോവിന്ദൻകുട്ടിയും ഞാനുമായിട്ടുള്ള ഇഷ്യൂസ് അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാനത് സോഷ്യൽ സൈറ്റ് വഴി സംസാരിച്ചതിന് അദ്ദേഹം എൻ്റെ പേരിലൊരു ഡിഫോമേഷൻ കേസ് ഫയൽ ചെയ്തു. അത് അദ്ദേഹം രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി ചെയ്ത ഒരു വഴിയായിട്ടേ ഞാൻ എന്നെ കാണുന്നുള്ളൂ. അതൊന്നും ഇപ്പൊ പറയുന്നത്, അത് കോടതിയിൽ ഇരിക്കുന്ന കേസ്. എനിക്ക് ആകെ പ്രശ്നമായിട്ടുള്ള, സിനിമയിൽ വന്നിട്ട് ആകെ പ്രശ്നമായിട്ടുള്ളത് ആ വ്യക്തിയിൽ നിന്ന് മാത്രമാണ്. എനിക്കല്ലാതെ സിനിമയിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഒരു ചൂഷണത്തിനും ഞാൻ വിധേയമായിട്ടില്ല. അതിനൊരു റീസൺ എന്ന് വെച്ചാൽ, അതിന്റെ മെയിൻ കാരണം വെച്ച് കഴിഞ്ഞാല്, സിനിമയില് പല കാര്യങ്ങളും പറഞ്ഞിട്ട് പല ആൾക്കാരും എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പം ഞാൻ വളരെ നിരീക്ഷിച്ചിട്ട് വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രമാണ് സിനിമയിൽ ഞാൻ നിലകൊള്ളുന്നത്. അപ്പൊ ചോദിക്കും, വാസ്തവം എന്താ ഒരുപാട് സിനിമയിലൊക്കെ അങ്ങ് അഭിനയിച്ചോന്ന്? ഇല്ല, ഒരുപാട് സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല. കുറച്ച് സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിലെനിക്ക് നല്ല കഥാപാത്രങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. അത് എന്നെ അറിയുന്ന ആൾക്കാർ ഒരു മോശമല്ലാത്ത രീതിയിൽ, ഒരു മോശമായ രീതിയിലല്ല എനിക്ക് ആ വേഷം നിന്നിട്ടുള്ളത്. ഞാൻ പോയി അഭിനയിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇപ്പൊ നിങ്ങളുടെയൊക്കെ മുന്നിൽ നിലകൊള്ളുന്നു. ചില ആൾക്കാർ ഞാനൊരു ഇതിട്ട് കഴിഞ്ഞപ്പോ ഞാൻ ആ മീഡിയക്ക് കൊടുത്ത ഇന്റർവ്യൂവിന്റെ താഴെ വന്ന്, ഏത് നടി, ഈ സിനിമയ്ക്കകത്തൊക്കെ ഉള്ള കുറെ മാരണങ്ങൾ വന്നിട്ട് ഏത് നടി, എന്ത് നടി എന്നൊക്കെ ചോദിച്ചു. ഞാൻ കണ്ടു. ഞാൻ പറയല്ലോ, ഞാൻ വലിയ നടിയൊന്നുമല്ല. ഞാൻ ഒരിക്കലും ഞാനൊരു നടി എന്ന് ഞാൻ പറയുന്നില്ല. ഞാനൊരു സാധാരണ സ്ത്രീയാണ്. എവിടെയും ഞാനൊരു സാധാരണ സ്ത്രീയാണ്. എന്റെ പ്രൊഫഷണൽ അഭിനയവും അല്ല, സിനിമയും അല്ല. എന്റെ പ്രൊഫഷണൽ ഞാൻ ആസ് എ HR ആണ്. ഞാൻ HR ലെവല് ഒരു കമ്പനിയിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ്, ഔട്ട് ഓഫ് ഇന്ത്യയിൽ. അപ്പൊ എന്റെ പ്രൊഫഷൻ സിനിമയാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ ഒരുപാട് സിനിമയിലൊന്നും അഭിനയിച്ച് ഞാൻ വലിയ പ്രശസ്തയായ ഒരു നടിയൊന്നുമല്ല. ചില ആൾക്കാർ വന്ന് നടിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വലിയ ഗംഭീരമായ നടിയൊന്നുമല്ല. അതാവാത്തതിന് റീസൺസും ഉണ്ട്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എന്താണ് അത്രയും വലിയ പ്രശസ്തി, ഈ ആൾക്കാരൊക്കെ വന്ന് ചോദിക്കുന്ന രീതിയിലുള്ള വലിയൊരു നടി ആവാൻ എന്താന്ന് വെച്ചാൽ അതിനകത്ത് റീസൺസ് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, പല ആൾക്കാരും സിനിമയുടെ ഭാഗമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞ് എന്നെ വിളിക്കാറുണ്ട്. ഞാൻ അപ്പോഴൊക്കെ അതങ്ങോട്ട് മാറ്റി ഒഴിവാവുകയാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നടക്കുന്ന ഒരാളല്ല. എനിക്ക് അങ്ങനെ സിനിമ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ നോ പറഞ്ഞ് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നെയും വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഇന്ന വേഷം തരാം. ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങോട്ട് അടുപ്പിച്ചിട്ട് അവസാനം ചോദിക്കുന്നത്, സിനിമയല്ലേ, അറിയാലോ സിനിമ എന്താണെന്നൊക്കെ, അതിന്റെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസും ഒക്കെ അറിയാലോ, അതൊക്കെ റെഡിയാവോ എന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാരോട് നോ പറഞ്ഞ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ പണ്ട് വിജയ ബാബു സാറിന്റെ കേസിനകത്ത് ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി വൈറലായ കണക്ക് ഇപ്പോഴും ഞാൻ പറയുന്നു, സിനിമ എന്നൊരു മഹാലോകമാണ്. അതിൽ ഒരിക്കലും ഒരു പീഡനം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നടക്കുന്നില്ല. പല സ്ത്രീകളും അറിഞ്ഞുകൊണ്ടുപോയി യെസ് പറഞ്ഞു പോകുന്നവരാണ്. ചില സ്ത്രീകൾ അത് നോ പറഞ്ഞ് ഒഴിവാക്കാം. ഇങ്ങനെ നോ പറയാതെ നിൽക്കുന്ന സ്ത്രീകൾ കാരണം മിക്ക കഴിവുള്ള കലാകാരന്മാർക്കും അവസരങ്ങൾ നഷ്ടപ്പെട്ടു നിൽക്കുന്നു എന്നും ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ
സമൂഹത്തിൽ മറ്റു തരത്തിൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾക്കൊപ്പം ഞാൻ അന്നും ഇന്നും എപ്പോഴും നിലകൊള്ളുമെന്നായിരുന്നു എന്റെ അന്നത്തെ സ്റ്റേറ്റ്മെന്റ്. മനസ്സിലായോ? ആ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. മനസ്സിലായോ? സിനിമയിൽ പീഡനമുണ്ടോ എന്ന് ചോദിച്ചാൽ പീഡനം ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പീഡനമില്ല. അറിഞ്ഞു തന്നെ സ്ത്രീകൾ പോകുന്നവരാണ് മിക്കവരും. പിന്നെ ബാഹികമായിട്ട് ആരെങ്കിലും നടന്മാരും മോശമായ രീതിയിൽ സംസാരിക്കുകയോ മോശമായ രീതിയിൽ ടച്ച് ചെയ്യുകയോ ചെയ്താൽ ആ സ്ത്രീക്ക് അവിടെ നോ പറഞ്ഞു പോവാനും അതിന് വേണ്ടുന്ന നടപടികൾ എടുക്കാനുമുള്ള കാര്യങ്ങളുണ്ട്. ആ പ്രോജക്റ്റ് നോ പറഞ്ഞ് ഒഴിവാക്കാനുള്ള വഴികളുമുണ്ട്. അല്ലാതെ ആരും പിടിച്ചു കൊണ്ടുപോയി സിനിമയ്ക്കകത്ത് പീഡനങ്ങളൊന്നും നടത്തുന്നില്ല. അതും എനിക്ക് പറയാനുണ്ട്. സിനിമയിൽ ചാൻസ് തരാം, റോള് തരാം, അല്ലെങ്കിൽ അതിൽ കൂടി അടുത്തതിന് ശേഷം പിന്നെ വിവാഹം കഴിക്കാമെന്നൊക്കെ വാഗ്ദാനങ്ങൾ പറഞ്ഞു പെൺപിള്ളാരെ പീഡിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ പീഡനമാണ്. മനസ്സിലായി? ചില ആൾക്കാര് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പീഡനം എന്നുള്ള റിപ്പോർട്ടിൽ പെടുത്താം. പിന്നെ ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ ഒരു പുരുഷൻ അവളെ സ്പർശിച്ചാൽ അതും പീഡനം തന്നെയാണ്. അങ്ങനെ വല്ലോ സിനിമയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് പീഡനം. അത് ഞാൻ പറയാം. ഒരു സ്ത്രീ ഒന്നിനും റെഡിയാവാതെ അവളെ സ്പോർട്സ് ചെയ്ത് അവളുടെ അനുവാദമില്ലാതെ ഒരു പുരുഷൻ ആ സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പീഡനം എന്നുള്ള സ്റ്റാറ്റസിൽ പെടുത്താം. അല്ലാതെ ഒന്നും പീഡനമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാനത് പറയത്തതുമില്ല. ഓക്കെ? ട്രാപ്പിൽപ്പെടുത്തിയാൽ പീഡനമാവും. കാരണം ഒരു സ്ത്രീ ട്രാപ്പിൽപ്പെടുത്തി അവളെ പീഡിപ്പിച്ചാൽ, സിനിമയുടെ പേരും പറഞ്ഞ് വിളിച്ചോണ്ട് പോയോ അല്ല ട്രാപ്പിലും പെടുത്തി അവളെ പീഡിപ്പിച്ചാൽ അതും ഒരു പീഡനമാവും. ഓക്കെ? അല്ലാതെ അതിനകത്തൊരു വലിയൊരു പീഡനം നടക്കുന്നു എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ പറയുന്ന ഒരാളുമല്ല. പിന്നെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയാം, ഇപ്പൊ 2 വ്യക്തികളുടെ പേര് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത്. എനിക്കറിയുന്ന 2 വ്യക്തികൾ. ഒന്ന് നമ്മളെ വൺ ഓഫ് മിസ്റ്റർ ഇടവേള ബാബു സാറ്, ഒന്ന് വൺ ഓഫ് മിസ്റ്റർ റിയാസ് ഖാൻ. ഇവര് 2 കൂട്ടരെയും എനിക്ക് നന്നായിട്ട് അറിയാം. ബിക്കോസ് അവരൊന്നും നമ്മളോട് അപമര്യാദയായിട്ട് പെരുമാറുകയോ അല്ലെങ്കിൽ മോശമായ രീതിയിൽ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഇപ്പൊ അവരെയും ചെയ്തിട്ടില്ല. ഞാനും അവരുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുള്ള എന്റെ വാട്സപ്പിലുണ്ട്. ഇന്നവരെയും എന്നോട് മോശമായ രീതിയിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ മോശമായ രീതിയിൽ ആറ്റിറ്റ്യൂഡുമായിട്ട് സമീപിക്കുകയോ ഒന്നും ഈ 2 വ്യക്തികൾ ചെയ്തിട്ടില്ല. അത് എനിക്ക് പറയാൻ എവിടെയും സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റും. കാരണം എനിക്ക് അവരിൽ നിന്നും ഒരു കാര്യം, കാരണം ഞാൻ ഈ ഇടയ്ക്ക് റിയാസ് ഖാനുമായിട്ടുള്ള ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു, ഇടവേള ബാബു സാറുമായിട്ടുള്ള ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. അപ്പം എനിക്കൊന്നും അദ്ദേഹത്തിൽ നിന്നൊന്നും അങ്ങനെ കാര്യങ്ങളൊന്നും, പീഡനങ്ങളോ മോശമായ രീതിയിലുള്ള സംസാരമോ ആവശ്യമില്ലാതെ മോശമായ രീതിയിൽ ബോഡി ടച്ചിങ് ഒന്നും ഇടവേള ബാബു സാറിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ റിയാസ് ഖാൻ എന്ന് പറഞ്ഞ ആക്ടറുടെ കയ്യിൽ നിന്നൊന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അപ്പൊ ഞാൻ ഒരിക്കലും അതുകൊണ്ട് ഞാൻ അവരെയും വിലയിരുത്താൻ റെഡിയല്ല. മനസ്സിലായോ? കാരണം എനിക്കറിയുന്ന പേഴ്സണലി അറിയുന്ന 2 വ്യക്തികളായിരുന്നു അവർ രണ്ടുപേരും. പക്ഷെ അവരുടെ ഭാഗത്തു നിന്നും എനിക്കോ എന്റെ ഫാമിലിക്കോ ഒന്നും അറിയുന്ന ആൾക്കാരാണ്. ഇടവേള സാറ് പണ്ട് എന്റെ സിസ്റ്റർ എടുക്കാൻ പോയ ഒരു സിനിമയിൽ മെന്ററായിട്ട് വന്നിരുന്നു. പിന്നെ ഞാൻ ഒരു സിനിമ എടുക്കാൻ പോയപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോഴൊക്കെ അദ്ദേഹം നല്ല ഉപദേശങ്ങൾ തരികയും സിനിമയിൽ എങ്ങനെ സിനിമ പിടിക്കേണ്ട രീതി, സിനിമ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നുള്ള എനിക്ക് അതിനുള്ള ഉപദേശം തരികയും അങ്ങനെയൊക്കെ നല്ല നല്ല ഉപദേശങ്ങൾ മാത്രമേ ഇടവേള ബാബു സാറിന്റെ കയ്യിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അതുപോലെ റിയാസ് ഖാൻ സാറായാലും എന്റെ വാട്സപ്പിൽ തന്നെയുണ്ട് ചാറ്റിങ്. ഞാൻ എടുത്ത് കാണിക്കാൻ തയ്യാറാണ്. ഇന്ന് വരെ മോശമായിട്ട് എന്നോട് ഒരു മോശമായ രീതിയിൽ പെരുമാറുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല. അദ്ദേഹത്തിന്റെ രാധകൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇവിടെ സവിത സരിത തിയേറ്ററിൽ വന്ന സമയത്ത് പ്രമോഷണൽ വർക്കിന് വേണ്ടിയിട്ട് ഞാനായിരുന്നു യൂട്യൂബേഴ്സിനെയൊക്കെ റെഡിയാക്കി കൊടുത്തത്. അന്നേരം പോലും ഈ നിൽക്കുന്ന വാസ്തവിക അങ്ങോട്ട് മാറി നിൽക്കുന്നോ അല്ലെങ്കിൽ മോശമായ രീതിയിൽ ഒരു ടച്ചിങ്ങോ അല്ലെങ്കിൽ രാത്രി സംസാരങ്ങളോ വാട്സപ്പിൽ കൂടെ മോശമായ ചാറ്റിങ്ങോ ഒന്നുമില്ല. നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രൊജക്ട് ബേസ് എന്തെങ്കിലും സംസാരിച്ചാൽ മാത്രം ഒന്ന് ആൻസർ ചെയ്യും. മോനെ ആഹാരം കഴിച്ചോ, ബ്രേക്ക്ഫാസ്റ്റ്. ഒരിക്കൽ രാവിലെ ഞാൻ വിളിച്ചെന്തോ ഒരു കാര്യത്തിന് വേണ്ടി സംസാരിച്ചപ്പോൾ മോനെ പെട്ടെന്ന് അദ്ദേഹം ചോദിച്ചത്, മോനെ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ സംസാരിക്കുന്നത്? ഓക്കെ ഓക്കെ. അങ്ങനെയൊക്കെയുള്ള നല്ല ഒരു ബിഹേവിയൻസേ എനിക്ക് ഈ 2 വ്യക്തികളെ കയ്യിൽ നിന്നും എനിക്ക് ലൈഫിലുണ്ടായിട്ടുള്ളൂ. അപ്പം എനിക്ക് അതും പറയാനുണ്ട് ഈ സന്ദർഭത്തിൽ. കാരണം വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ ഞാനൊരു ഫോട്ടോ ഇട്ടുകൊണ്ട് അവരൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങളൊക്കെ വരികയോ ഇവനൊക്കെ പീഡനവീരന്മാരല്ലേ എന്നുള്ള സമൂഹത്തിന്റെ വിലയിരുത്തൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്ന് പറയോ, നിൽക്കേണ്ടവരോട് എങ്ങനെ നിൽക്കാമെന്ന് ഏതൊരു പുരുഷനും അറിയാൻ പറ്റുമെന്നാണ്. കാരണം ഇവരൊക്കെ അങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ട് മറ്റു സ്ത്രീകളോടെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. കാരണം
ഞാൻ അവരോട് മിണ്ടിയിട്ടുണ്ട്, ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് അവരിൽ നിന്നൊന്നും മോശമായ ഒരു മോശമായ പെരുമാറ്റം അവരിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് അന്നൊന്നും മോശമായ പെരുമാറ്റം ഉണ്ടായിട്ടുള്ളത് ഗോവിന്ദൻകുട്ടിയിൽ നിന്നാണ്. അത് എവിടെ വേണമെങ്കിലും ഞാൻ തുറന്നു പറയും, ഏത് ഭൂലോകത്തിൽ ഇരുന്നാലും പറയും. ABC യൂട്യൂബ് ചാനലിന്റെ ഉടമയായ ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന ഒരുത്തന്റെ കയ്യിൽ നിന്ന് മാത്രമാണ് എനിക്കും സിനിമയിൽ പ്രവേശിച്ചതിന് ശേഷം മോശമായ പെരുമാറ്റവും ഞാൻ ഈ ഒരു മോശമായ രീതിയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതും ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമാണ്. ബാക്കി സിനിമാപരമായിട്ട് ഞാൻ സമീപിച്ചിട്ടുള്ള ഒരു വ്യക്തികളിൽ നിന്നും എനിക്ക് മോശമായിട്ടുള്ള ഒരു പെരുമാറ്റവും എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഞാൻ എവിടെ വേണമെങ്കിലും തുറന്നു പറയും, ഏത് കോടതിയുടെ മുന്നിൽ വേണമെങ്കിലും ഏത് സമൂഹത്തിന്റെ മുന്നിൽ വേണമെങ്കിലും ഞാൻ തുറന്നു പറയും. അപ്പൊ അതും കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയുകയാണ്. ഓക്കെ, പിന്നെ ഇനി ആ ഹേമ കമ്മിറ്റിയുടെ വിഷയങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒരു സ്ത്രീ, ഞാൻ അവരെയും കൂടെ പറയണല്ലോ, ഒരു സ്ത്രീ എന്താ നേരത്തെ ഒരു പെൺകുട്ടി അവൾക്കുണ്ടായ പ്രശ്നങ്ങൾ പറയുമ്പോൾ എനിക്ക് സമൂഹത്തിനോട് പറയാനുള്ളത്, ഒരു പെൺകുട്ടി അവൾക്കുണ്ടായ ജീവിതാനുഭവങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങളെയൊക്കെ പേടിച്ചിട്ടാണ് ആരും ഒന്നും പുറത്തു ഒന്നും പറയാത്തത്. സത്യം പറഞ്ഞാല് ഈ സമൂഹത്തെ പേടിച്ചിട്ടാണ് ഒരു സ്ത്രീയും വന്ന് ഒന്നും പറയാത്തത്. അത് നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്ന് നിങ്ങളൊക്കെ ഈ ചോദിക്കുന്നത് കൊണ്ട് ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാണ്. എന്തുകൊണ്ട് പറയുന്നില്ല, എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞുള്ള നിങ്ങളുടെയൊക്കെ ടോർച്ചറിയും കാരണമാണ് ഒരു സ്ത്രീയും സമൂഹത്തിൽ വന്ന് അവർക്കുണ്ടായ അനുഭവങ്ങൾ പറയാത്തത്. അതുകൊണ്ട് സമൂഹമേ, നിങ്ങൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഒരു സ്ത്രീക്ക് പറയാനുണ്ടെങ്കിൽ അവൾ പറയട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുക. ഈ പറയുന്ന സ്ത്രീയെ മോശമായ രീതിയിൽ നിങ്ങൾ ചിത്രീകരിക്കാൻ നിൽക്കരുത്. അങ്ങനെ ചിത്രീകരിക്കുമെന്ന പേടി ഭയവും ഉള്ളത് കൊണ്ടാണ് പല പെൺകുട്ടികളും വന്ന് അവർക്കുണ്ടായ അനുഭവങ്ങൾ പറയാതെ അവര് ഹൈഡ് ചെയ്തിരിക്കുന്നത്. അതും കൂടി സമൂഹം മനസ്സിലാക്കുക. പിന്നെ അന്ന് എന്താ പ്രതികരിക്കാഞ്ഞ, ഇന്നെന്താ പ്രതികരിച്ചേ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. പല സ്ത്രീകളും അന്ന് പ്രതികരിച്ചു ഇന്ന് പ്രതികരിച്ചില്ല എന്ന് പറയുന്നതിന് എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ, ഞാനൊരു കാര്യവുമായി പ്രതികരിക്കാൻ ഇറങ്ങിയപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടു എന്നുള്ളത് എനിക്ക് നന്നായി അറിയാം. ഞാൻ എവിടം വരെ ഫൈറ്റ് ചെയ്തിട്ടാണ് ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കേസ് ഗ്രാൻഡാക്കി കോടതിയിൽ എത്തിച്ചത്. എനിക്കുണ്ടായ പ്രശ്നങ്ങൾ പലതരത്തിലും ആ കേസ് ഇല്ലാണ്ടാക്കി നശിപ്പിക്കാൻ നോക്കിയ വ്യക്തികളുണ്ട് ഈ സമൂഹത്തില്. അത് നിയമപാലകരുടെ ഭാഗത്തുനിന്ന് എടുത്താൽ നിയമപാലകരുടെ ഭാഗത്തു നിന്നുമുണ്ട്, പോലീസുകാരുടെ ഭാഗത്തു നിന്ന് എടുത്താൽ പോലീസുകാരുടെ ഭാഗത്തു നിന്നുമുണ്ട്, അഡ്വക്കേറ്റുമാരുടെ ഭാഗത്തു നിന്ന് നോക്കിയാൽ അഡ്വക്കേറ്റുമാരിൽ നിന്നും, സിനിമയിൽ നിന്ന് നോക്കിയാൽ സിനിമയിൽ നിന്നും ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ. മനസ്സിലായ? അപ്പം ഞാൻ ഒരുപാട് അനുഭവിച്ച പെൺകുട്ടിയാണ്. ഞാൻ ഒരു സത്യം പുറത്തേക്ക് തുറന്നു പറഞ്ഞതിന് സമൂഹത്തിൽ നിന്ന് ഞാൻ ഒരുപാട് അനുഭവങ്ങൾ നേരിട്ടൊരു സ്ത്രീയാണ്. സ്പോട്ടിൽ പ്രതികരിച്ചതിന്, അതായത് കേസ് കൊടുക്കാതെ മുന്നേ പ്രതികരിച്ചതിനും എനിക്ക് ശരിക്ക് പ്രശ്നം നേരിട്ടൊരാളാണ് ഞാൻ. പിന്നെ കേസ് കൊടുക്കുകയും പ്രതികരിക്കുകയും ചെയ്തു. ഞാൻ കൊടുത്ത കേസിന് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഞാൻ മരിച്ചാലും ശരി ഞാൻ ഇതിനൊരു തീരുമാനം കണ്ടെത്തുമെന്ന് സ്റ്റാൻഡ് ബൈ നിന്നതുകൊണ്ടാണ് ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന ഒരാളുടെ കേസ്, ഒരു വീരന്റെ കേസ്, എനിക്ക് അനുഭവം വന്നുകൊണ്ട് എനിക്ക് അവരെ അങ്ങനെ പറഞ്ഞേ പറ്റൂ. മനസ്സിലായ? അവന്റെ കേസ് ഞാൻ കോടതിയിൽ എത്തിച്ചത്. അപ്പൊ അത്രത്തോളം ഫൈറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് ഒരു സ്ത്രീക്ക് ഇനി നീതി കിട്ടുമോ ഇല്ലേ എന്നുള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ട് അറിയാം. ഇവന്റെ ജാമ്യത്തിന് പോലും സിനിമാ ഭാഗത്തു നിന്നും രാഷ്ട്രീയ ഭാഗത്തു നിന്നും ഒക്കെ ആൾക്കാർ ഇവനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അവന് ജാമ്യം പോലും ഞാൻ പോലും അറിയാതെ, അതായത് മറുഭാഗത്ത് നിൽക്കുന്ന വ്യക്തി പോലും അറിയാതെ ജാമ്യം കൊടുക്കാനുള്ള സ്റ്റാറ്റസ് വരെ ഈ നിയമപാലകർ ഉണ്ടാക്കി വെച്ചു. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അതിനെയൊക്കെ എതിർത്ത് ഫൈറ്റ് ചെയ്ത് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് എനിക്കുണ്ടായ പ്രശ്നങ്ങൾ വളരെ ശക്തമായി ഞാൻ പ്രതികരിച്ചിരുന്നതുകൊണ്ട് മാത്രമാണ് ഒരു വ്യക്തിയുടെ ക്രിമിനലിസത്തിന് വേണ്ടി കേസ് കൊടുത്ത് ആ വ്യക്തിയുടെ കേസ് ഞാൻ ഗ്രാൻഡാക്കിയത്. അതുപോലെ ഫൈറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു പെൺകുട്ടിക്ക് അവൾ കൊടുക്കുന്ന കേസിൽ ഒരു നീതി ലഭിക്കൂ. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. അല്ലാതെ ഒരു പെൺകുട്ടി ഓടിച്ചെന്ന്
മാറിപ്പോയി, എന്റെ ഇത് മാറിപ്പോയി. ഒരു പെൺകുട്ടി ഓടിച്ചെന്ന് അങ്ങോട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാലൊന്നും അവൾക്ക് നീതിയോ ഒന്നും, അപ്പൊ അവൾ അവമാനിക്കപ്പെടുകയാണ്. അവൾ കേസ് കൊടുക്കും തോറും ഫോൺ ഇങ്ങനെ കമന്നു വന്നു. ഞാൻ ഇവിടെ ഫോണിന്റെ സ്റ്റാൻഡിൽ വെച്ചിട്ട് അപ്പം എന്തോ ഒരു ഇത് വന്നപ്പം കമന്നു. ഒരു പെൺകുട്ടി അത്രയും സ്ട്രോങ് ആയി ഫൈറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് അവൾക്ക് എവിടെയെങ്കിലും നീതി കിട്ടുക. ആസ് പെർ മൈ എക്സ്പീരിയൻസ്, യുനോ, എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുകയാണ്. അത്രയും സ്ട്രോങ് ആയി നിന്നെങ്കിൽ മാത്രമാണ് അവളുടെ കേസിനൊരു തുമ്പെങ്കിലും കിട്ടുന്നത്. അല്ലാത്ത സമയങ്ങളിൽ അവള് ഒന്നും കൂടി അപമാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പം നീതിപീഠങ്ങൾ വരെ ഒരു അതിജീവിതയെ മോശമായ രീതിയിൽ വിലയിരുത്തിയിട്ടാണ് അവര് പോലും തീരുമാനങ്ങൾ എടുക്കുന്നതും അവര് തന്നെ ജഡ്ജ്മെന്റ് എഴുതുന്നതും. ഒരാള് പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഒരാള് മോശമായി പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാല് ആ പ്രതിക്ക് ജാമ്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ കേസ് കൊടുത്ത പെൺകുട്ടിയെ മോശമായ രീതിയിൽ, അതിന് തെളിവുകളുണ്ട്. അത് എവിടെയാണ് നടന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തെളിവുകൾ സമർപ്പിക്കാൻ തയ്യാറാണ്. ഇനി ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും നീതിന്യായ വകുപ്പ് എന്റെ നേരിൽ സെക്ഷനോ ആക്ഷനോ എടുക്കുവാണെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാം എവിടെയാണ്, എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഞാൻ പറയുന്നത് സത്യമുണ്ടോ എന്നറിയാൻ ഞാൻ കാണിച്ചു കൊടുക്കാം. ആ സ്ത്രീയെ അവരും കൂടി മോശമായ രീതിയിൽ വിമർശിച്ചിട്ടാണ് സ്റ്റേറ്റ്മെന്റ് പോലും ജഡ്ജ്മെന്റ് പോലും തയ്യാറാക്കുന്നത്. മനസ്സിലായോ? ഒരു പെണ്ണ് കേസ് കൊടുത്താൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവൾക്ക് നീതി കിട്ടത്തില്ല. സമൂഹത്തിന്റെ മുന്നിൽ അവൾ അവമാനിക്കപ്പെടുന്നു. എല്ലായിടത്തും അവൾ അവമാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആ അപമാനിക്കപ്പെടുകയും പീഡിപ്പിക്കുന്നതിന്റെ കൂടെ അവൾ സമൂഹത്തിലുള്ള സോഷ്യൽ മീഡിയ വഴിയും കൂടെ അവൾ വീണ്ടും മാനസികപരമായ ടോർച്ചറിക്ക് അവൾ വിധേയമാവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഒരു പെണ്ണ് തുറന്നു പറഞ്ഞാൽ അവളെ എന്തൊക്കെ പറയാമോ അത്ര തരത്തിൽ മോശമായി ചിത്രീകരിക്കുകയും കൂടെ സമൂഹം ചെയ്യുന്നുണ്ട്. അതൊക്കെ പേടിച്ചാണ് സുഹൃത്തുക്കളെ ഒരു സ്ത്രീയും അവൾക്കുണ്ടായ കാര്യങ്ങൾ പറയുവാൻ മടിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അന്ന് എന്താ പ്രതികരിക്കാഞ്ഞേ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അന്ന് അവർക്ക് അതിനുള്ള സ്റ്റാറ്റസുകൾ ചിലപ്പോൾ ഉണ്ടായി. ഇന്ന് കിട്ടിയ അത്രയും കാര്യങ്ങൾ, ഇന്ന് കിട്ടിയ അത്രയും സ്റ്റാറ്റസ് അവർക്ക് ഇത് തുറന്നു പറയാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. ഇന്ന് കിട്ടിയ പ്ലാറ്റ്ഫോം ഒന്നും അന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. അന്ന് അവർ ഭയന്നിട്ടുണ്ടാവാം ഒരു പക്ഷേ. അതുകൊണ്ടാവാം ചിലപ്പോൾ ഒരു പക്ഷെ അവർ അന്നൊന്നും അത് പറയാതെ പോയത്. ഇന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അവർക്കൊരു പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യപ്പെട്ടു. അവർക്കുണ്ടായ അനുഭവങ്ങൾ തുറന്നു പറയുവാൻ അവർക്കൊരു പ്ലാറ്റ്ഫോം കിട്ടി. അപ്പൊ ഈ എല്ലാ സ്ത്രീകളും അവർക്കുണ്ടായ അനുഭവങ്ങൾ വന്നു തുറന്നു പറയുന്നു. അതാണ് യഥാർത്ഥ സത്യമായിട്ട് എനിക്ക് തോന്നുന്നത്. മനസ്സിലായോ? ഞാൻ തന്നെ സത്യങ്ങൾ പലതും തുറന്നു പറഞ്ഞതിന് എന്നെ ബ്ലോഗ് ഏൽപ്പിച്ച ഈ പ്രതിയുടെ ഭാഗത്തു നിന്നും കാശ് കൊടുത്ത് ബ്ലോഗർമാരെ കൊണ്ടുവരെ എന്നെ അപമാനിച്ചിട്ടുണ്ട്. എനിക്കില്ലാത്ത പ്രായം വരെ കൂട്ടി പറഞ്ഞ് എന്നെ അപമാനിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഏതൊക്കെ തരത്തിൽ എന്നെ അപമാനിച്ചിട്ടുണ്ട്. എന്റെ ഫോട്ടോ വരെ മോർഫിൻ ചെയ്ത് മോശമായ സൈറ്റിൽ ഇടാൻ വേണ്ടിയിട്ട് തന്നെ മറുഭാഗം നിൽക്കുന്ന പ്രതി, അക്യൂസ് എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ പോലും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്റെ ദൈവത്തിന്റെ എന്നോടുള്ള, ഞാൻ അത്രയും സിൻസിയറായും അത്രയും നിഷ്കളങ്കയും, ഞാൻ എന്നെ കുറിച്ച് തന്നെ പറയാം, ഞാനൊരു നിഷ്കളങ്കയായ ലേഡി തന്നെയാണ്. എന്നെ കുറിച്ച് എനിക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ട്. എന്റെ സെൽഫ് എനിക്ക് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ എന്താണെന്ന് എനിക്ക് തുറന്നു പറയുന്ന ഒരു പ്രശ്നം, ഞാൻ വളരെ നിഷ്കളങ്കയായ ഒരു സ്ത്രീ തന്നെയാണ്. അപ്പൊ ഈശ്വരൻ അത് അവിടെ നോക്കിക്കണ്ടതുകൊണ്ട് ഞാൻ എന്റെ ഫോട്ടോ, എന്റെ ഫേസ്ബുക്കിന്റെ ലിങ്കും ഡീറ്റെയിൽസും കൊടുത്ത് എന്നെ മോശമായ സൈറ്റിൽ ഇടാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ദൈവത്തിന്റെ കൃപ കൊണ്ട് ഞാൻ അറിയുകയും ഞാൻ അത് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ അത്രയും വലിയൊരു പ്രശ്നത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു വന്നത്. അത് എന്നെ ദൈവങ്ങളാണ് എനിക്ക് ഒരു വ്യക്തിയുടെ രൂപത്തിൽ വന്ന് ഇൻഫോർമേഷൻ തന്നത്, ഇങ്ങനെ ചെയ്യാൻ പോകുന്നു. അത് ഞാൻ ബ്ലോക്ക് ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്. അപ്പം ഞാൻ എന്തൊക്കെ ഫൈറ്റ് ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഏതൊക്കെ രീതിയിൽ ഫൈറ്റ് ചെയ്തു. എന്റെ കേസ് മുക്കാൻ പോയ പോലീസുകാർക്കെതിരെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ കംപ്ലൈന്റ് ചെയ്തു. അവരെ അവിടെ കൊണ്ടു നിർത്തി. എന്നെ മൊഴി എടുക്കാൻ പോയപ്പോൾ എന്റെ മൊഴി എടുക്കുന്ന സമയത്ത് എന്നെ അക്യൂസിന്റെ പേര് കേട്ടപ്പം എന്നെ പിടിച്ചു പുറത്തു നിർത്തി തീരുമാനം എടുപ്പിച്ചിട്ടാണ് വീണ്ടും എന്നെ എടുത്ത് എന്റെ മൊഴി എടുത്തത്. അത് സത്യത്തിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല ആസ് പെർ ലോ അനുസരിച്ച്. അവിടെ എനിക്ക് മാനസിക
സംഘർഷം ഉണ്ടാക്കി ഒരു ജഡ്ജി. ആ ജഡ്ജിക്കെതിരെ ഞാൻ കംപ്ലൈന്റ് ചെയ്തു. പിന്നെ ഇല്ലാത്ത കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്ത് എനിക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വെച്ച് ജാമ്യം എടുത്തു. അത് എന്നെ പോലീസ് അറിയിച്ചിട്ടില്ല. അതിന്റെ സത്യാവസ്ഥ തിരക്കി അറിയാൻ പോലും അന്ന് ആ പോലീസ് നോക്കിയില്ല. അക്യൂസിന് ജാമ്യം കിട്ടുന്ന രീതിയിൽ ഒത്തുകളിച്ചിരുന്നു. അപ്പൊ ഞാൻ ആർക്കൊക്കെ നേരെ കംപ്ലൈന്റ് ചെയ്തു എന്ന് പറയണം. കേരള സർക്കാരിനെതിരെ കംപ്ലൈന്റ് ചെയ്തു. എനിക്കൊപ്പം നിൽക്കേണ്ട സർക്കാർ പോലും പ്രതിക്കൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി അമിക്കസ് ക്യൂരിയെ വെച്ച് കേസ് അന്വേഷിച്ചു. ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യങ്ങളുണ്ടോ? അമിക്കസ് ക്യൂരി ഞാൻ പറയുന്നതാണ് സത്യം എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. ഇത് ആരെങ്കിലും അറിയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു പത്രക്കാര് ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? വേറുള്ള ആൾക്കാരുടെ പുറകെ എല്ലാം പത്രക്കാർ പോകുന്നുണ്ട്. സത്യത്തിന്റെ പുറകിൽ ഏതെങ്കിലും പത്രക്കാർ പോകുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇത് ഏതെങ്കിലും ഈ കേസ് വന്ന സമയത്ത് മിക്ക പത്രക്കാരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവരത് ഫോളോ അപ്പ് ചെയ്തില്ല? ബാക്കിയുള്ളവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവർ മീറ്റ് വിട്ട് എഴുതി കാണിക്കുകയാണ്. ഒരു രാജ് TV, രാജ് ന്യൂസ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അവന്മാർ ഇവിടെ വന്നിരുന്ന്, ഞാൻ അങ്ങോട്ടൊന്നും അവന്മാരെ വിളിച്ചിട്ടില്ല. അവന്മാരെ എന്നെ വിളിച്ച് ഇവിടെ വീട്ടിൽ വന്നിരുന്ന് എന്റെ ന്യൂസുകളൊക്കെ എടുത്ത് എന്റെ വിഷമങ്ങളും എന്റെ ദുഃഖങ്ങളും ഒക്കെ എന്നെ കൊണ്ട് പറയിപ്പിച്ച് അവന്മാര് വീഡിയോ എടുത്തോണ്ട് പോയിട്ട് എഴുതി കാണിച്ചു. ഇന്ന ആളിന്റെ ന്യൂസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ട് ഒരു സെക്കൻഡ് പോലും എഴുതി കാണിച്ച ന്യൂസ് ഇത്ര സമയത്തുള്ളിൽ സംപ്രേഷണം ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് വലിയ ഇതിൽ ഹെഡിങ് ആയിട്ട് എഴുതി കാണിച്ചിട്ട് മിനിറ്റിനുള്ളിൽ അത് മുക്കി. ഈ അക്യൂസിന്റെ ഇടപെടൽ കാരണം അത് മുക്കി. മാധ്യമ റിപ്പോർട്ടിലും ആ ഒരു രാജ് ന്യൂസ്, എനിക്ക് പറയാനുള്ള അവരുടെ പേര് ഞാൻ എടുത്തു പറയും, അവരത് മുക്കി. അത് കഴിഞ്ഞ് മലയാളം വാർത്ത എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തല്ല, അവർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് വിശദമായ ഒരു ന്യൂസ് തരണമെന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ വന്ന് എന്നെ മെനഞ്ഞാന്നും കൂടി ഹേമ കമ്മിറ്റിയെ കുറിച്ച് പറഞ്ഞു. എന്റെ അപ്പന്റെ ശാരദം 30-ാം തീയതി ആണെങ്കിൽ 29-ാം തീയതി മലയാളം വാർത്തയാ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ റിപ്പോർട്ടർ എന്നെ വിളിച്ച് ശല്യം ചെയ്തു. ഞാൻ അവസാനം പറഞ്ഞ് ശരി വന്നോളൂ തരാൻ പറഞ്ഞു. എന്റെ അപ്പന്റെ ശാരദത്തിന് ഞങ്ങൾക്ക് 2 ദിവസമാണ് അതിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നത്, 29 30. 29 അന്ന് എന്റെ വീട്ടിലെ ഈ വിശേഷങ്ങൾ നടക്കുന്ന സമയത്ത് ഇവര് വന്ന് താഴെ നിന്നിട്ട് ഞങ്ങൾക്ക് ഇന്റർവ്യൂ വേണം മാഡം അങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഞാൻ അവസാനം എന്റെ ഫ്ലാറ്റിന്റെ താഴെ പോയി അവർക്ക് ഇന്റർവ്യൂ കൊടുത്തു. അന്നേരം ഇവര് ചോദിച്ചു, മാഡത്തിന് ഏറ്റ വ്യക്തിയുടെ പേര് പറയാൻ മാഡം റെഡിയല്ലേ, മാഡത്തിന് ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല, ഞാൻ പറയാന്ന് പറഞ്ഞ് അവര് ചോദിച്ച ക്വസ്റ്റ്യൻസുകൾക്കാണ് ഞാൻ മറുപടി പറഞ്ഞിട്ടുള്ളത് മൊത്തം. എന്നിട്ട് അത് മലയാളി വാർത്ത എന്ന് പറഞ്ഞിട്ടുള്ള ആ യൂട്യൂബ് ചാനൽ ഫുള്ള് കാണിച്ചിട്ട് ഒരു വൈകുന്നേരം 4 മണിയപ്പോ ആ ന്യൂസും മുക്കി. അതിന് മുന്നേ ഇവര് ഒരു പ്രാവശ്യം എന്റെ ഇന്റർവ്യൂ എടുത്തിട്ട് അന്നേരവും മുക്കി. ഞാൻ ചോദിച്ചു, നിങ്ങൾ പിന്നെ എന്തിനാ എന്റെ സമയം മെനക്കെടുത്താൻ വന്നത്? ഞാൻ നിങ്ങളടുത്ത് അങ്ങോട്ട് കയറി വന്നോ ന്യൂസ് തരാന്ന് പറഞ്ഞിട്ട്? ഞാൻ നിങ്ങളെ സമീപിച്ചില്ലല്ലോ. നിങ്ങൾ വന്ന് എന്റെ സമയം മെനക്കെട്ട് കളയിപ്പിച്ചിട്ട് നിങ്ങൾ എന്റെ ന്യൂസ്, ഇവർക്കൊക്കെ നമ്മളെ കൊണ്ട് എനിക്ക് ബലമായ സംശയം നമ്മളെ ന്യൂസ് മേടിച്ചു വെച്ചിട്ട് സംപ്രേഷണം ചെയ്തിട്ട് മറുഭാഗത്ത് നിന്നും പൈസ വാങ്ങിച്ചിട്ട് മുക്കുകയാണോ എന്നാണ് എന്റെ ഒരു ബലമായ സംശയം. മനസ്സിലായോ? അങ്ങനെയും ചെയ്തതാണ്. മലയാളി വാർത്തയിൽ ഒരാളുണ്ടല്ലോ, വലിയ സത്യസന്ധമായ ന്യൂസ് കൊടുക്കുന്നെന്ന് പറഞ്ഞിട്ട് കടന്ന് കുരയ്ക്കുന്ന ഒരാളുണ്ടല്ലോ. ഇവരാരും ഒന്നും സത്യത്തിന്റെ പുറകെ പോകുന്നില്ല സുഹൃത്തുക്കളെ. സത്യമൊന്നും അവർക്ക് വേണ്ട. മനസ്സിലായോ? വെറുതെ ഇറങ്ങി നിന്ന് സംസാരിക്കുന്നവരുടെ പുറകെ മയക്കും പിടിച്ച് ഇവരൊക്കെ പോകും. സത്യമായ ഒരു വിക്ടിമിന്റെ പുറകെയോ അല്ലെങ്കിൽ അനുഭവങ്ങൾ നേരിട്ട ഒരു വ്യക്തിയുടെ ന്യൂസ് ഒന്നും ഇവരാരും സംപ്രേഷണം ചെയ്യുന്നില്ല സുഹൃത്തുക്കളെ. അത് നിങ്ങൾ മനസ്സിലാക്കുക. മലയാളി വാർത്ത എന്ന് പറയുന്ന ന്യൂസ് ചാനലുകാർ എന്റെ അടുത്ത് 2ാമത്തെ പ്രാവശ്യമാണ് എന്നോട് ഈ ഇൻസൾട്ടിങ് ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അവരുടെ ചാനലിൽ ചെന്നിട്ട് എനിക്ക് ന്യൂസ് തരണം, എനിക്ക് ന്യൂസ് കൊടുക്കണം പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ സമീപിച്ചിട്ടില്ല. എന്നെ സമീപിച്ച് എന്റെ സമയം മെനക്കെടുത്തിയിട്ട് എന്നോട് കാണിച്ച അനീതിയാണ് അവര്. നിങ്ങൾ എല്ലാരും മനസ്സിലാക്കുക, എന്നോട് കാണിച്ച അനീതി. അപ്പൊ യഥാർത്ഥ ഒരു സ്ത്രീക്ക് അവൾക്കുണ്ടായ അനുഭവങ്ങൾ തുറന്നു പറയാൻ ഒരു ചാനലുകാർ പോലും, എല്ലാ ചാനലുകാരും ഞാൻ പറയത്തില്ല, ചില ചാനലുകാര് അതും കൂടി വിറ്റ് പൈസയാക്കുന്നു. എന്നിട്ട് അവരെ കൊണ്ട് മാനസിക ടെൻഷനും ഡിപ്രഷനും അടുപ്പിച്ച് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തി അവരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഈ ന്യൂസ് മുക്കുന്നു. അപ്പൊ ആ വിക്ടിമിനെ വീണ്ടും ഇവര് മാനസിക ടോർച്ചർ, അവരുടെ ഭാഗത്തുനിന്ന് ഒരു പീഡനമല്ലേ അവർ കൊടുത്തത് ന്യൂസിന്റെ പേരും പറഞ്ഞ്? അല്ലെങ്കിൽ ഇവരാരും സമീപിക്കരുത്. അപ്പൊ അങ്ങനെയും ചെയ്യുന്ന കുറെ ദൃശ്യമാധ്യമങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്.
സത്യമായ കാര്യങ്ങൾ ആർക്കും വേണ്ട. കള്ളങ്ങളുടെ പുറകെ പോകുന്ന കുറെ ചാനലുകാരും നമ്മുടെ അതിൽ എടുത്തു പറയേണ്ടത് മലയാളി വാർത്ത മറ്റോ ആണ്. ഞാൻ നോക്കട്ടെ, മലയാളി വാർത്ത തന്നെയാണ്. ഞാൻ സെക്കൻഡ് ടൈം ഇന്റർവ്യൂവിന് വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല അവരാണ് ഈ വന്നേന്നുള്ളത്. ഇവർ ഈ ന്യൂസ് മുക്കിയ സമയത്താണ് നിങ്ങൾ ഏത് ചാനലിൽ മലയാളി വാർത്ത എന്ന് പറഞ്ഞപ്പം ഞാൻ എന്റെ ഫോണിൽ എടുത്ത് നോക്കിയപ്പം ഈ സെയിം ആൾക്കാർ തന്നെയാണ് എന്റെ ഭാഗത്ത് നിന്നും ന്യൂസ് എടുത്തിട്ട് മുക്കിയവര്. ആദ്യം അഭിലാഷ് എന്ന് പറഞ്ഞ റിപ്പോർട്ടറായിരുന്നു വന്നത്. ഇപ്പൊ വേറൊരു പയ്യനാണ് രണ്ടാമത് വന്നിട്ടുള്ളത്. മനസ്സിലായോ? ഇവരൊക്കെ ഇതിന്റെ ഓണർ, ഈ മലയാളി വാർത്ത എന്ന് പറയുന്ന യൂട്യൂബിന്റെ ഓണർ ഈ മനുഷ്യനെ കണ്ട. ഈ മനുഷ്യൻ ഞാൻ ഇപ്പൊ ഓണായിട്ട് കാണിക്കാം. ഇദ്ദേഹത്തിനോട് ഞാൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരുന്നു, എന്റെ ന്യൂസ് എന്റെ അടുത്ത് വന്ന് എടുത്തിട്ട് മുക്കി. എന്താ റീസൺ എന്ന് വെച്ചപ്പോ ഇയാള് പോലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. കാരണം എന്റെ ന്യൂസ് എടുത്തിട്ട് ഈ മുക്കുകയാണ് ഇവർ ചെയ്തത്. എന്നിട്ട് ഇയാളൊക്കെ വന്ന് യൂട്യൂബിൽ ഇരുന്ന് പ്രസംഗിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ചിരി വരും. സത്യം പറയുന്ന ഒരു ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ അങ്ങോട്ട് സംസാരിക്കുന്നത്. സത്യങ്ങൾ മുക്കുന്ന ചാനലെന്നേ എനിക്ക് പറയാൻ പറ്റൂ. ഈ മലയാളി വാർത്താ ചാനൽ കൊണ്ട് കൊടുക്കട്ടെ നഷ്ടപരിഹാരത്തിന് കേസ്. ഞാൻ പറയാം, ഞാൻ ഇവരാരും കോണ്ടാക്ട് ചെയ്തിട്ടുള്ള രേഖകളൊന്നുമില്ല. എന്നെ വിളിച്ച് എന്റെ സമയം മെനക്കെടുത്തി ഒരു പെൺകുട്ടി എടുത്തുന്ന എല്ലാ കാര്യം അവളെ ഒന്നും കൂടി മെന്റലി അവള് പഴയ കാര്യങ്ങളിലേക്ക് ബാക്കപ്പ് പോയി അവളെല്ലാം തുറന്നു പറഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ന്യൂസ് കൊടുക്കുന്നു പറഞ്ഞ് കൊണ്ടുപോയിട്ട് അവരുടെ കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് പിന്നെ പൈസ മേടിച്ച് മുക്കുക എന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ? ഈ പൈസ മേടിച്ചോ മേടിച്ചില്ലേ, പക്ഷെ ആ ന്യൂസ് എന്തുകൊണ്ട് ഇവര് മുക്കി? അത് അറിയാനുള്ളൊരു അവകാശം എനിക്കില്ലേ? ഞാൻ ഈ ചാനലിനെ ഒന്നും ഞാൻ അങ്ങോട്ട് പോയി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഈ പറയാം എന്റെ ഭാഗത്താണ് തെറ്റെന്ന്. ഞാൻ പോയിട്ടില്ല. എന്നെ വിളിച്ച ഡീറ്റെയിൽസും എന്നോട് മെസ്സേജ് ഇട്ട ഡീറ്റെയിൽസും ഒക്കെ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ആരാണ് സമീപിച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെയാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങൾ. അപ്പൊ ഇത്രയൊക്കെ അനുഭവങ്ങൾ, മോശം അനുഭവങ്ങൾ ഒരു കംപ്ലൈന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുമ്പോൾ ഇതൊക്കെ പുറത്തുള്ള കാണുമ്പം ആൾക്കാരുകൾ ഈ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾ മുന്നോട്ട് വരാൻ മടിക്കുന്നു. അതാണ് മെയിൻ കാര്യം. അവൾ തുറന്നു വന്ന് പറഞ്ഞാലും മോശക്കാരി, തുറന്നു പറഞ്ഞില്ലെങ്കിലും മോശക്കാരി. അതാണ് ഇപ്പോഴത്തെ ഒരു രീതി. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ആരെങ്കിലും അവർക്കുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്കുണ്ടായ അനുഭവങ്ങൾ ആയിരിക്കാം ഒരു പക്ഷേ. അത് തുറന്നു പറഞ്ഞു. പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് കേസ് എല്ലാരും പറയും കേസ് കൊടുക്കുക. എന്താ കേസ്? സർക്കാർ തന്നെ പറയുന്നു പരാതി ഉള്ളവർ കേസ് കൊടുക്കട്ടെ എന്ന്. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എടുത്തത്? ഇപ്പൊ അങ്ങനെ ഒരാള് കംപ്ലൈന്റ് ഉള്ള പെണ്ണുങ്ങൾ ഓരോരുത്തരായിട്ടൊന്നും പോയിട്ട് പരാതി കൊടുക്കേണ്ട കാര്യമില്ല. ആ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് തന്നെ ആക്ഷൻ സെക്ഷൻ ഇട്ട് കേസ് എടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ സർക്കാരിന്. പക്ഷെ അതവര് ചെയ്യുന്നില്ല. മനസ്സിലായോ? ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് കേസെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അതും ചെയ്യുന്നില്ല. അവിടെയും പരാജയം ആർക്കാണ്? തുറന്നു പറഞ്ഞ സ്ത്രീകൾക്ക്. മനസ്സിലായോ? ഇതാണ് സത്യം. പിന്നെ എന്താ ചെയ്യുക? എന്താണ് ചെയ്യേണ്ടത്? പറ. ആരെയാണ് സമീപിക്കേണ്ടത്? എന്തിനാണ് എവിടെയാണ് നീതി കിട്ടുക? ഒരിടത്തും നീതി കിട്ടുന്നില്ല. സ്ത്രീകൾക്ക് അങ്ങനെ നീതിയുണ്ട്, സ്ത്രീകൾക്ക് ഇങ്ങനെ നീതിയുണ്ട്, സ്ത്രീകളെ തൊട്ടാൽ അങ്ങനെയാണ്, സ്ത്രീകളെ തൊട്ടാൽ ഇങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ വെള്ളപൂശിയ വർത്തമാനങ്ങളും പറയുന്നതല്ലാണ്ട് കുറെ നിയമങ്ങൾ എഴുതി വെക്കുന്നതല്ലാണ്ട് ഒന്നും സ്ത്രീകൾക്ക് എവിടെയും നീതി കിട്ടുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവസാനം പെണ്ണിന് തന്നെ മോശപ്പേര്. അവള് തന്നെ പോയി അവള് പോയി കടന്നു കൊടുത്തെന്നുള്ളത് ജഡ്ജ്മെന്റ് ഉണ്ടാക്കും. ജഡ്ജി തന്നെ അങ്ങ് എഴുതി വെക്കും, ഇവള് കിടന്നു കൊടുത്തു, അല്ലെങ്കിൽ അവളുടെ മനസ്സോടെ ചെയ്തു, അല്ലെങ്കിൽ അവൾ അറിവോടെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു ജഡ്ജ്മെന്റ് കൊടുത്ത് അക്യൂസിനെ അങ്ങ് രക്ഷപ്പെടുത്തും. അതാണ് ഇപ്പൊ മിക്ക പീഡന കേസ് കൊടുത്ത ഇരകൾക്കും ഉണ്ടായിട്ടുള്ള, ഇരകളെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതിജീവിതകൾക്കും ഉണ്ടായിട്ടുള്ള നീതി അതാണ്. അവസാനം ആ പെണ്ണ് തന്നെ പോയി കടന്നു കൊടുത്തെന്ന് പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെന്റ് റെഡിയാക്കി കേസ് ക്ലോസ് ചെയ്യും. അതാണ് ഉണ്ടാകുന്നത്. പിന്നെയും ഇങ്ങനത്തുള്ള വേട്ടക്കാര് സമൂഹത്തിൽ കടന്ന് വേട്ടയാടും. പുതിയ കുട്ടികൾ വീണ്ടും ഈ വേട്ടക്കാരിൽ പെട്ടുപോകും.
പിന്നെ ഞാൻ അന്നും പറയുന്നു ഇന്നും പറയുന്നു, സിനിമ നമ്മൾ അഡ്ജസ്റ്റ്മെന്റിന് വിളിക്കുമ്പം നമ്മൾ തയ്യാറല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാനേ പാടില്ല, അങ്ങോട്ട് പോകരുത്, അങ്ങനെയുള്ള ആൾക്കാരോട്ട് സംസാരിക്കാനേ പാടില്ല. ഞാൻ മിക്ക പ്രോജക്റ്റും ഒഴിവാക്കുന്നത് അതുകൊണ്ടാണ്. എനിക്ക് താല്പര്യമില്ല എന്ന് പറയും, അതോടെ പോകും. പിന്നെ ആ ഭാഗത്തോട്ട് തിരിഞ്ഞു പോലും ഞാൻ നോക്കത്തില്ല. പിന്നെ അവരെന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവന്മാരെന്ത് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ നിരീക്ഷിക്കാനൊന്നും പോകത്തില്ല. എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചാൽ ഞാൻ പറയും നോ, എനിക്കതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്കൊരു ആർട്ടിസ്റ്റിനെയാണ് വേണ്ടെന്നെങ്കിൽ കോണ്ടാക്ട് മീ, അല്ല ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും എന്നെ വിളിക്കണ്ട, അതിനൊന്നും ഞാൻ എബിളല്ല. നിങ്ങൾ നിങ്ങളെ പണി നോക്കൂ. അപ്പൊ അവർ ഇങ്ങോട്ട് റിക്വസ്റ്റ് പറയുകയും ചെയ്യും. അയ്യോ അങ്ങനെയൊന്നും പറയല, ഒരു ജസ്റ്റ് മോശമായിട്ടും ചിന്തിക്കില്ല. ഞങ്ങളെ സിനിമയിലൊക്കെ നടക്കുന്ന ഒരു സിസ്റ്റം പറഞ്ഞതേ ഉള്ളൂ. ഇത് വേറൊരിടത്തൊന്നും പോയി ഞാൻ പറയും എനിക്കതിന്റെ ആവശ്യമില്ലല്ലോ, ഞാൻ നോ പറഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ആരുടെ പുറകെ പോകുന്നു നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ കോണ്ടാക്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ അവരുമായിട്ട് കോണ്ടാക്ട് ഒക്കെ ചെയ്യാൻ നിന്നാലല്ലേ പിന്നെയും നമ്മൾ അവരിൽ പെട്ടുപോകുന്നത്. പെടാതിരുന്നാ പോരെ. വീണ്ടും അങ്ങനെയുള്ള വ്യക്തികളുടെ കോൾസോ ഒന്നും എടുക്കാതെ ബ്ലോക്ക് ചെയ്ത് വിട്ടാൽ പിന്നെ വീണ്ടും നമ്മൾ അവരുടെ ഇടയിൽ പോയി ഇരയാപ്പെടുന്നില്ലല്ലോ. മനസ്സിലായോ? ഞാൻ ചെയ്യുന്ന അങ്ങനെയൊക്കെയാ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആകെ പ്രശ്നമായിട്ടുള്ള ഒരേ ഒരു വ്യക്തിയുള്ളൂ, ഗോവിന്ദൻകുട്ടി. സിനിമാപരമായിട്ട് എനിക്കൊരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ള, സിനിമയിൽ പ്രവേശിച്ചതിന്റെ ഭാഗമായിട്ട് എനിക്കൊരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ള ഒരു ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമാണ്. അല്ലാതെ എന്നെ ഒരു സിനിമയിലുള്ളവരാരും പിടിപ്പിക്കാനും വന്നിട്ടില്ല. എൻ്റെ അടുത്ത് സിനിമാ നടന്മാരാരും അഡ്ജസ്റ്റ്മെന്റിനോ കെട്ടിപ്പിടിക്കാനോ ഉമ്മ വെക്കാനൊന്നും എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ഞാൻ അതോട്ട് നിൽക്കുന്ന ആളുമല്ല. ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പം ഒരു വ്യക്തിക്ക് അറിയാൻ പറ്റും ആ വ്യക്തിയുടെ ക്യാരക്ടർ എന്താണെന്നും അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നും. സിനിമാ മേഖലയിൽ ഇപ്പം ചില പെമ്പിള്ളാരെയൊക്കെ ആരോഗ്യം പോയി ബാക്കിൽ നിന്ന് കെട്ടിപ്പിടിച്ചെന്നോ ഫോൺ വഴി എന്തൊക്കെയോ മോശങ്ങൾ പറഞ്ഞെന്നോ ഒക്കെ പറയുന്നുണ്ട് ചില പെൺകുട്ടികൾ. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മളോട് മോശം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാളുടെ ഫസ്റ്റ് ടോക്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അവരുടെ റൂട്ട് എങ്ങടാ പോണേ എന്നുള്ളത്. അപ്പം നമ്മളത് ഒഴിവാക്കിയാൽ മതി. നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ പുറകെ പോകരുത്. എല്ലാവരെയും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയും കഴിവും ഒരു സ്ത്രീക്ക് ഉണ്ടാവും. അവരെ സംസാരത്തിൽ അവരുടെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ സ്ത്രീകൾ സെൽഫായിട്ട് അവരുടെ സേഫ്റ്റി നോക്കിയാൽ നന്നായിരിക്കും. കാരണം അപ്പൊ ചോദിക്കും വാസ്തവിക ഇതെല്ലാം നോക്കിയിട്ട് വാസ്തവിക ഒരു അനുഭവം വന്നില്ലേ എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലായിരുന്നു. ഞാനൊരു ട്രാപ്പിൽ പെട്ടത്. ഞാനൊരു വല്ലാത്ത ട്രാപ്പിലാണ് എന്നെ പെടുത്തിയതാണ്. മനസ്സിലായോ? അല്ലാതെ വാസ്തവിക അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഇവരുമായിട്ട് ഇങ്ങനെ അതൊന്നും എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഔട്ട് ഓഫ് ഇന്ത്യയിൽ ഉണ്ടായ ഒരാളാണ്. എനിക്ക് അങ്ങനത്തെ ഒരു മോശം സ്ത്രീയാണെങ്കിൽ എനിക്ക് അവിടെ തന്നെ പല കാര്യങ്ങളും നടത്താമായിരുന്നു. പല കാര്യങ്ങളും ഇപ്പോഴും എന്നെ ആരും വിലക്കത്തില്ല. കാരണം ഞാൻ സിംഗിൾ സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് എന്ത് മോശത്തരം, എനിക്ക് ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീക്ക് എന്ത് മോശത്തരം വേണമെങ്കിലും ചെയ്യാം. അച്ഛനെ പേടിക്കണ്ട, അമ്മയെ ഇപ്പോഴത്തെ നിയമങ്ങൾ, ഇപ്പോഴത്തെ കുട്ടികളെല്ലാം അങ്ങനെ 18 വയസ്സും കൂടി തികഞ്ഞു കഴിഞ്ഞാൽ അമ്മ പറയുന്നത് അച്ഛൻ പറയുന്നതും കുടുംബം ആര് പറയുന്നത് ശ്രദ്ധിക്കണ്ട. അവർ ഓൾറെഡി മെച്ചോർഡായി, അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള റൈറ്റ്സ് അവർക്കുണ്ട് എന്നൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ പറഞ്ഞു നടക്കുന്നത്. എനിക്ക് എല്ലാവിധ സ്കോപ്പുകളും ഉള്ള ഒരാളാണ്. ഞാൻ സിംഗിളായിട്ട് നിൽക്കുന്ന ആളാണ്. എനിക്ക് വേണമെങ്കിൽ ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിന് പോകാം. എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാൻ അതൊന്നും എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. കാരണം മരിച്ചാൽ നല്ല അന്തസ്സായിട്ട് മരിക്കുക, ജീവിച്ചാൽ അന്തസ്സായിട്ട് ജീവിക്കുക. അതാണ് എൻ്റെ നിഘണ്ടു. അല്ലേ? എന്തിനാണ് ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ട് പോകുന്നതും അല്ലാതെ പോകുന്നതും രണ്ടും രണ്ടാണ് എവിടെയും. മനസ്സിലായോ? പിന്നെ ലൈഫ് തരാമെന്ന് പറഞ്ഞ ആരെങ്കിലും സ്പോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തി ചെയ്ത ഏറ്റവും വലിയ ചതിയായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. പിന്നെ ഈ ചെയ്യുന്ന ഒരു എന്ത് തന്നെ ചെയ്താലും കർമ്മ ഈസ് ബാക്ക് എന്ന് പറയുന്ന കണക്ക് അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴായാലും ഇന്നല്ലെങ്കിൽ നാളെ ആയാലും അവരെ മുന്നിലേക്ക് തന്നെ വന്ന് ഭവിക്കും. ഒരു കർമ്മ എന്നൊരു സംഭവമുണ്ട്, അത് എപ്പോഴായാലും കറങ്ങിത്തിരിഞ്ഞു വന്ന് നിൽക്കും. ഇപ്പൊ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം വളരെ നല്ലതാണ്. ഇനി ഞാൻ പറയാലോ,
ഇപ്പൊ ഫോർ എക്സാമ്പിൾ പല പുതിയ ആർട്ടിസ്റ്റുകൾക്കും ഇപ്പൊ ഞാൻ അടക്കമുള്ള ആർട്ടിസ്റ്റുകൾക്കും ചാൻസുകളില്ല സിനിമയിൽ. സത്യം തുറന്ന് ഞാൻ പറയാലോ, ചാൻസുകളില്ല. കാരണം ഞങ്ങളെ ആർക്കും സിനിമയിലൊന്നും അഭിനയിപ്പിക്കാൻ താല്പര്യമില്ല. കാരണം ഞങ്ങളൊക്കെ പ്രതികരിക്കുന്ന സ്ത്രീകളായതുകൊണ്ട് എന്നെയൊന്നും ആരും അധികം അങ്ങനെ സിനിമയിലേക്കൊന്നും വിളിക്കുന്നില്ല. പരിചയമുള്ളവരൊക്കെ ആണെങ്കിൽ വാസ്തവിക ഒരു വേഷം ഉണ്ട് വന്ന് അഭിനയിക്കാവോ എന്ന് ചോദിച്ചാൽ മാത്രമാണ് ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനും അങ്ങനെ ഒരുപാടൊന്നും സിനിമയുടെ പുറകെ നടക്കുന്നില്ല, തുറന്ന് ഞാൻ പറയാലോ. ഇപ്പൊ ഏഷ്യാനെറ്റ് തുറന്നു നോക്കിയാല് ഏഷ്യാനെറ്റിനകത്ത് പിന്നെ അനുജത്തിയായിട്ട് അഭിനയിക്കുന്ന പെണ്ണ് തന്നെയാണ് സൂര്യ ടിവിയിലും അനുജത്തി. സി കേരള എടുത്തു നോക്കിയാൽ അതിനകത്തും അത് തന്നെയാണ്. അങ്ങനെ പല ചാനലും തുറന്നു നോക്കിയാൽ ഒരു ചാനലിൽ തന്നെ അമ്മായിയും നായികയും പെങ്ങളും അമ്മുമ്മയും അപ്പൂപ്പനും ഒക്കെ ആയിട്ട് അഭിനയിക്കുന്നത്. അപ്പൂപ്പനമ്മയല്ല, നായികയായിട്ട് അഭിനയിക്കുന്നത്, നാത്തൂനായിട്ട് അഭിനയിക്കുന്നത്, അമ്മായിയായിട്ട് അഭിനയിക്കുന്നതും അനുജത്തിയായിട്ട് അഭിനയിക്കുന്നത് എല്ലാം ഒരേ ആർട്ടിസ്റ്റുകളെ കൊണ്ടാണ് എല്ലാ ചാനലുകാരും ചെയ്യിപ്പിക്കുന്നത്. പല ചാനലുകളിലും ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ സൂര്യ ടിവിയില് ഒരു സ്ത്രീയെ അമ്മായിയമ്മയായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആ സെയിം സ്ത്രീ തന്നെ ആയിരിക്കും ഏഷ്യനെറ്റിനകത്തും അമ്മായിയമ്മ ക്യാരക്ടർ അഭിനയിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സൂര്യ ടിവിയിലും നായികയായിട്ട് കണ്ട അതേ പെണ്ണോ അല്ലെ ആ പെണ്ണിന് നായികയുടെ അനിയത്തിയായിട്ട് കണ്ട അതേ പെണ്ണായിരിക്കും ഏഷ്യനെറ്റിനകത്തോ അല്ലെങ്കിൽ വേറെയുള്ള ഏതെങ്കിലും ചാനലിനകത്തോ സെയിം ക്യാരക്ടർ അഭിനയിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കണം, ആ ഒരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് തന്നെ പല ചാനലുകാരും അവർക്ക് തന്നെ സ്കോപ്പ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് തന്നെ ആ സെയിം ആർട്ടിസ്റ്റിനെ തന്നെ പല ചാനലുകാരെ മാത്രം പറയാനില്ല, സീരിയലിന്റെ ഡയറക്ടേഴ്സും അവർക്ക് തന്നെ സ്കോപ്പ് കൊടുത്തുകൊണ്ടിരിക്കും. പുതിയ വ്യക്തികളെ ആരെ എടുക്കുന്നില്ല. വൈ? അതിൽ തന്നെ ഉണ്ടല്ലോ ഞാൻ വാ തുറന്ന് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ എന്താണെന്നുള്ളത്. കഴിവുള്ള പല കലാകാരികളും പുറത്ത് നിൽക്കുമ്പം ഒരേ ചാനലിൽ മുഖം കാണിക്കുന്ന ആ സെയിം ഫേസ് തന്നെയാണ് എല്ലാ ചാനലുകളിലും ഉള്ളത്, പല പല വേഷങ്ങളിലായിട്ട്. ആ സെയിം ആർട്ടിസ്റ്റ് തന്നെയായിരിക്കും. ഞാൻ നോക്കിക്കണ്ട ഒരു വിഷയമാണത്. അപ്പൊ അവർക്കൊക്കെ തന്നെയാണ് ചാൻസുകൾ കിട്ടുന്നത്. നമുക്കൊന്നും ചാൻസുകൾ കിട്ടുന്നില്ല, ആരും തരുന്നതുമില്ല വിളിച്ചിട്ട്. അപ്പൊ ഇനിയെങ്കിലും ഇതൊക്കെ മാറ്റപ്പെടേണ്ട കാര്യങ്ങളാണ്. കഴിവുള്ള കലാകാരന്മാർ പലരും പുറത്തു നിൽക്കുന്നുണ്ട്. അവരുടെ കഴിവുകൾ, കലാപരമായ കഴിവുകൾ എല്ലാ ഡയറക്ടേഴ്സും പ്രൊഡക്ഷൻ കമ്പനികളും ചാനലുകാരും ഒക്കെ അവർക്കും ഓരോ അവസരങ്ങൾ കൊടുത്ത് അവരും ഈ സമൂഹത്തിൽ അവർക്കുണ്ടായ കഴിവുകൾ പുറത്തു കൊണ്ടുവരാനുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ കഷ്ടപ്പെട്ട് നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പം ഈ പല ഡയറക്ടേഴ്സുകളും അതും കൂടി മനസ്സിലാക്കുക. ആരും അതും മനസ്സിലാക്കുന്നില്ല. അവർക്കും ചാൻസുകൾ നിങ്ങൾ കൊടുക്കുക. ഈ സെയിം ആളിനെ തന്നെ പല ആൾക്കാരും വേഷങ്ങൾ കൊടുത്ത് അവരെ തന്നെ ഡെവലപ്പ് ആക്കിക്കൊണ്ടിരിക്കാതെ കഴിവുള്ള പല കലാകാരന്മാരും കലാകാരികളും പുറത്തു നിൽപ്പുണ്ട്. അവരെയും കൂടി ഒന്ന് പരിഗണിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഹേമ കമ്മിറ്റി ആ റിപ്പോർട്ട് നല്ല സംഭവം തന്നെ. ഇങ്ങനെ സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് നോക്കിക്കണ്ട് അതിനൊരു നിയമം തന്നെ വേണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം സ്ത്രീകൾക്ക് സിനിമാപരമായിട്ട് വേണ്ടുന്ന സെക്യൂരിറ്റീസ് കിട്ടണം. ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കാര്യം പറയാം. പല പെൺകുട്ടികളും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുമ്പോൾ ഇപ്പം മിക്ക ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊക്കെയാണ് ഈ സിനിമാ ഫീൽഡിൽ നിന്നും മോശമായ ബിഹേവിയർസ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാനിപ്പോൾ ന്യൂസിൽ കാണുന്നത്. നിങ്ങൾ സിനിമയിലുള്ള മെയിൻ ആൾക്കാരെല്ലാം കരുതുക. അവരോട് ആരെങ്കിലുമൊക്കെ മോശമായി പെരുമാറുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കരുതുക. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്ന അവര് ഒരിക്കലും കലാകാരല്ല, വെറുതെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന് നിൽക്കുന്നു നിങ്ങൾ വിചാരിക്കരുത്. അവരില്ലെങ്കിൽ, ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇല്ലെങ്കിൽ ഒരു സിനിമയും ഇല്ല എന്ന് തന്നെ പറയാം. ഒരു ക്രൗഡ് സീനിലായാലും എന്ത് സീനിലായാലും ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ ആ ക്രൗഡ് സീന് അവർക്ക് ചിത്രീകരിക്കാൻ പറ്റും. അപ്പൊ ഒരു സിനിമയുടെ ഭാഗമാണ് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്ന കലാകാരന്മാർ. അവരോട് കാണിക്കുന്ന അനീതികൾ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ഈ സിനിമയുടെ നിങ്ങൾ മറ്റുള്ള നടന്മാർക്കും നടിമാർക്കും കൊടുക്കുന്ന അതേ പ്രയോറിറ്റി തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും കൊടുക്കണം. കാരണം അവിടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ സിനിമ കംപ്ലീറ്റ് ആവില്ല. നിങ്ങൾക്കൊരു ക്രൗഡ് സീനോ അല്ലെ മറ്റേതെങ്കിലും സീനുകളോ എടുക്കണം എന്നുണ്ടെങ്കിൽ, സമൂഹത്തിനുള്ളിൽ ഒരു സീൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് ജൂനിയർ ആർട്ടിസ്റ്റ് ഇല്ലാതെ നിങ്ങൾക്കത് ഒരിക്കലും പൂർത്തീകരിക്കാൻ പറ്റില്ല.
അത് എല്ലാ ആൾക്കാരും അതും മനസ്സിലാക്കണം. അവർക്കും ഒരു പ്രയോറിറ്റി കൊടുക്കണം നിങ്ങളൊക്കെ. അല്ലാതെ അവര് ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് വന്നതല്ലേ എന്ന് കരുതി അവരെ ഒരു താഴ്ന്ന രീതിയിൽ കണക്കാക്കിയല്ല വേണ്ടുന്നത്. അവരോട് എന്തും ആവാം, അവരോട് എന്തും മോശമായ രീതിയിൽ പെരുമാറാമെന്നൊന്നും ആരും വിചാരിക്കരുത്. കാരണം അവരില്ലാതെ സിനിമകളില്ല. അതും കൂടി സിനിമയിൽ നിൽക്കുന്ന മറ്റ് പ്രഗത്ഭരായ ആൾക്കാർ മനസ്സിലാക്കണം. ഡയറക്ടേഴ്സ് ആയാലും പ്രൊഡക്ഷൻ കൺട്രോൾ ആയാലും സിനിമയുടെ എക്സിക്യൂട്ടീവ്സുകളായ ആരായാലും പ്രൊഡക്ഷൻ കമ്പനി ആയാലും മനസ്സിലാക്കുക, ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇല്ലാതെ ഒരു സിനിമ പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ ചെയ്യേണ്ട ജോലി അവർ ചെയ്തേ പറ്റൂ. അവരെ ഉപയോഗപ്പെടുത്തിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ സിനിമയൊക്കെ വിജയിക്കൂ. അല്ലാതെ അവരെ വിളിച്ചു വരുത്തി അവരോട് മോശമായിട്ടുള്ള പെരുമാറ്റമല്ല വേണ്ടുന്നത്. അവരൊന്നും അടിമകളൊന്നുമല്ല ആരുടെയും. അതും കൂടി മനസ്സിലാക്കണം എല്ലാരും. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലിയർ ആക്കി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്, മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇനിയെങ്കിലും ഇപ്പം അമ്മ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ എല്ലാവരെയും പിരിച്ചുവിട്ടു, അതും ക്ലോസ് ചെയ്തു വെച്ചു. അതൊക്കെ ഒരു ട്രേഡ് യൂണിയനായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് സംഘടിച്ചു എല്ലാവർക്കും അവസരങ്ങൾ കൊടുത്തും എല്ലാവർക്കും അതിലൊരു മെമ്പർഷിപ്പ് കൊടുത്തും എല്ലാ കലാകാരന്മാരെയും പ്രൊമോട്ട് ചെയ്യണം. ചില 1.5 ലക്ഷം 2.5 ലക്ഷം രൂപയൊക്കെ ഒരു രജിസ്റ്റർ ഫീ ഒക്കെ വെച്ച് നിൽക്കുന്നുണ്ടാണ് പല കലാകാരന്മാരും അതിൽ എൻട്രി ആവാതെ നിൽക്കുന്നത്. അതായത് അമ്മയിൽ എൻട്രി ആവാതെ നിൽക്കുന്നത്. കാരണം രജിസ്ട്രേഷൻ ഫീ തന്നെ 1.5-2 ലക്ഷം ഒക്കെയാണ് പറയുന്നത്. അപ്പം അതൊക്കെ ചിലവർക്ക് എടുത്ത് പെട്ടെന്ന് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാവാം ആരും കുറെ കലാകാരന്മാരെ അമ്മയിൽ എൻട്രി ആയിട്ടില്ല. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒരു ഇളവുണ്ടായി ഒരുവിധം കലാകാരന്മാരെയൊക്കെ നോക്കി അതില് ജോയിൻ ചെയ്യിപ്പിച്ച് ഒരു ഇതായിട്ട് മുന്നോട്ട് എല്ലാരും കൂടെ സഹകരിച്ച് അമ്മ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ വളർത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആരും വലുതൊന്നുമല്ല. എല്ലാവരും ചെറിയ റോളിൽ നിന്ന് വന്ന് വലുതായവരാണ്. ഈ പറയുന്ന മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും കമലഹാസൻ ആയാലും ആര് തന്നെ ആയാലും ലോകത്തിന് ഏത് വലിയ സൂപ്പർ സ്റ്റാർ പദവി നിൽക്കുന്ന ആർട്ടിസ്റ്റ് ആയാലും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നിട്ടാണ് ഇവരൊക്കെ വലിയ ലെവലായിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു തലമുറയിൽ എടുത്തു കഴിഞ്ഞാൽ ചില പിള്ളേർ ഇപ്പൊ ഡയറക്റ്റ് നായകന്മാരായിട്ട് അഭിനയിച്ച് സിനിമയിൽ വരുന്നുണ്ട്. ചില സിനിമ എടുത്തു കഴിഞ്ഞാൽ ചില പുതുമുഖ ആർട്ടിസ്റ്റുകൾ നായകനൊക്കെ ആയിട്ട് ഡയറക്റ്റ് എൻട്രി ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ ഇപ്പം വലിയ ലെവലിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ മെഗാസ്റ്റാർ ആയാലും എല്ലാരും വിചാരിക്കുക ഞങ്ങളെല്ലാരും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നിട്ടാണ് ഈ ഒരു വലിയ പത്രോസിൽ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ചെറിയ കലാകാരനും കൂടി നിങ്ങൾ അംഗീകരിക്കുക, അത് മനസ്സിലാക്കുക. ഇപ്പൊ തന്നെ കുറച്ച് ടൈം ഓവറായി എന്റെ ലൈവ്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇനിയും എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഞാൻ ചർച്ച ചെയ്യാം. അപ്പം എല്ലാവർക്കും നീതി കിട്ടട്ടെ. എല്ലാവർക്കും ഇനി നല്ല ഒരു സിനിമാ ലോകം ഉണ്ടാവട്ടെ. മലയാള സിനിമയ്ക്കുണ്ടായ ചീത്തപ്പേരുകളെല്ലാം മാറ്റി നല്ലൊരു പ്ലാറ്റ്ഫോം ഇവിടെ രൂപപ്പെടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, വെറുതെ ഈ കേസുകൾ കൊടുത്ത് ആരും മുതലാക്കാനൊന്നും നടക്കരുത്. എന്തുണ്ടായാലും നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ഒരു സുഹൃത്തിന് എന്നെ പണ്ട് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു മെയിൻ ആർട്ടിസ്റ്റിനെ അടുത്തുനിന്ന് ആ വ്യക്തി ഇപ്പൊ പുറത്ത് പറയാൻ തയ്യാറല്ല. കാരണം അത് തയ്യാറാവാത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെളിവുകളില്ല. അന്ന് അങ്ങനെ പെരുമാറിയപ്പം ആരും കണ്ടവരില്ല. പരസ്പരം അവരുടെ ഇടയിൽ നടന്നൊരു സംഭവമാണ്. അപ്പൊ തന്നെ സ്പ്ലിറ്റ് ആക്കി പേടിച്ച് വരണ്ട അവരങ്ങ് പോവുകയും ചെയ്തു. അപ്പൊ പിന്നെ ഇപ്പൊ അത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു തെളിവോ വകുപ്പോ ഒന്നുമില്ല. അതുകൊണ്ട് അവരാരും ഇനിയും ഒരുപാട് പേര് പറയാതിരിക്കുന്നവരുണ്ട്. കാരണം തെളിവുകളില്ലാത്ത അടിസ്ഥാനത്തിൽ എന്ത് പറയാനാണ്? ഡിഫോമേഷൻ കേസ് പോയാൽ എന്ത് ചെയ്യും? തെളിവുകൾ കൊടുക്കണ്ടേ? എല്ലാവരുടെയും ചോദ്യങ്ങൾ അതാണ്. അപ്പൊ പല ആൾക്കാരുടെ അനുഭവങ്ങൾ പുറത്തു പറയാതിരിക്കുന്ന പല ആൾക്കാരും ഉണ്ട്, മനസ്സിലായ? അപ്പൊ അങ്ങനെയും ഉണ്ടെന്ന് സമൂഹം മനസ്സിലാക്കുക. ഓക്കെ, അപ്പം എല്ലാവരും എൻ്റെ ഈ ലൈവ് കണ്ടു, എൻ്റെ വാക്കുകൾ കേട്ടതിന് ഒരുപാട് നന്ദി. ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. മോശമായ രീതിയിൽ വിമർശിക്കണ്ട. നിങ്ങൾക്ക് എന്നോട് മാന്യമായ രീതിയിൽ വിമർശിക്കാം. മോശമായ രീതിയിൽ എന്നെ വിമർശിക്കാൻ വന്നാൽ
തന്തയ്ക്കും തള്ളയ്ക്കും തന്നെ ഞാൻ വിളിക്കും. മനസ്സിലായേ? എന്നെ വിമർശിക്കാനുള്ളവർ മാന്യമായ ഭാഷയിൽ വന്ന് വിമർശിക്കാം, അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. പക്ഷെ എന്നെ ഒരുമാതിരി ചവിട്ടി താത്തി മോശമായ രീതിയിൽ വിമർശിക്കാൻ ഏതെങ്കിലും ആൾക്കാർ വന്നാൽ കുഴി പോയ അവൻ്റെയൊക്കെ അമ്മൂമ്മയെ വരെ ഞാൻ ചീത്ത വിളിക്കും. അതും കൂടി പറയാതെ എൻ്റെ വേറൊരു ക്യാരക്ടർ. മനസ്സിലായോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്നൊന്നും പറഞ്ഞു ഞാൻ ഭയങ്കര ബോൾഡായൊരു സ്ത്രീയാണ്. ഇപ്പം എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം ഞാൻ വളരെ ബോൾഡായ ഒരു ലേഡിയാണ്. ഞാൻ അങ്ങനെ ബോൾഡ് ആയതുകൊണ്ടാണ് എന്നിലേക്ക് ഒരു മോശത്തരങ്ങളും കടന്നു വരാത്തത്. പക്ഷെ ഞാനൊരു നിഷ്കളങ്കയായിരുന്ന സമയത്ത് എനിക്ക് പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ട് ഞാൻ വളരെ ബോൾഡായ സ്ത്രീയാണ്. അതുകൊണ്ട് ഞാൻ എടുത്തു പറയാണ്, എന്നെ വിമർശിക്കേണ്ടവർക്ക് മാന്യമായ രീതിയിൽ വിമർശിക്കാം, മോശമായ രീതിയിൽ എന്നെ വിമർശിക്കാൻ വന്നാൽ ഞാൻ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കും. ഉറപ്പാ. കുഴി പോയ അമ്മൂമ്മയ്ക്ക് വരെ വിളിക്കും. ആ വിളി കേട്ടിട്ട് പിന്നെ വന്ന് വർത്താനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതും കൂടി ഞാൻ ഈ ലൈവിൽ കൂടി പറയുന്നു. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. അപ്പം ഞാൻ ലൈവിൽ നിന്ന് പോവുകയാണ്. ഇനി എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ ഞാൻ വരുന്നതായിരിക്കും സംസാരിക്കാൻ. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു. ബൈ, ഗുഡ് നൈറ്റ്.